ദിലീപേട്ടൻ്റെ പുതിയല്ല ഒരു പറക്കുന്തളിക അല്ലെങ്കിൽ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല വൈബുള്ള മൂവി. ഇതേപോലത്തെ ദിലീപേട്ടനെ കാണാനാണോ താല്പര്യം? എനിക്ക് ഇതേപോലത്തെ ദിലീപേട്ടനെ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി എന്നാലും എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കൂടി പോകുന്ന പക്ഷെ ആ സമയത്ത് ഇങ്ങനൊരു ഫീൽ ഗുഡ് മൂവി ഇറക്കാൻ പറ്റും. ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു എന്താ പറയാ നല്ല രസമുള്ള മൂവിയാണ്. കുട്ടികളാണെങ്കിലും ഇറങ്ങി പോകാതൊന്നും ഉണ്ടാവില്ല. നല്ല രസം കണ്ടിരിക്കും. നല്ല രസം. കോമഡി കളിക്കിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ സ്ഥിരമുള്ള പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. പഴയ ദിലീപേട്ടൻ തന്നെ ആ ഒരു സ്ലിപ്പായി വന്ന സീനും പെട്ടെന്നുള്ള പ്രാളവും എല്ലാം ഉണ്ടായില്ലേ. എല്ലാം കലക്കിയിട്ടുണ്ട്. പവി എടുക്കും. ഇത് ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ ഇറങ്ങിയ മൂവി എല്ലാം നല്ല മൂവീസ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ജെറി എന്ന് പറഞ്ഞ മൂവി പിന്നെ എക്സിറ്റ് ഈ 2 മൂവിയാണ് ഇത്രയും എന്താ പറയുക ഫീൽ ഗുഡ് മൂവിയാണ് ജെറി. മറ്റേ എക്സിറ്റ് എന്ന് പറഞ്ഞ സിനിമയും ഇത് ഒരുപാട് നല്ല മൂവിയുടെ ഇടയിൽ ഈ 2 നല്ല മൂവി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ പവിയും അതേപോലെ എന്താ പറയുക അടിപൊളിയാവട്ടെ. നല്ല ഒരുപാട് ചിരിച്ചു. ദിലീപേട്ടൻ എങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം? ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടം. ഒരുപാട് ചിരിക്കാനുണ്ടോ? ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ദിലീപേട്ടൻ എങ്ങനത്തെ പടങ്ങൾ കാണാനാണ് ഇഷ്ടം? ഒരുപാട് ചിരിപ്പിച്ചോ? ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാ ആക്ടേഴ്സും അതിൽ അഭിനയിച്ച പട്ടിയടക്കം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എൻ്റെ മോനടക്കം നന്നായിട്ട് ആസ്വദിച്ചൊരു പടമാണ്. മാളികപ്പുറത്തിന് ശേഷം കരയാതെ ഇരുന്ന് കണ്ട പടം ഇതാണ്. തിയേറ്റർ പൊട്ടിച്ചിരിപ്പിച്ച് പിന്നെ തീർച്ചയായിട്ടും തന്നെ ദിലീപേട്ടൻ്റെ കൂടെ വരാൻ പറ്റിയത് വലിയ പടം. ഇപ്പോൾ നോർമൽ ദിലീപ് പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളല്ലേ പറയണ്ടേ. ഒരു ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ? നിങ്ങൾക്ക് പറ്റിയോ? അപ്പോൾ തിയേറ്ററിൽ ഈ വെക്കേഷൻ തൂക്കിയെടുക്കാനായിട്ട് പവിയുണ്ട്. പവിയുണ്ട്. എല്ലാം ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ തിയേറ്ററിൽ എല്ലാവരും പോയി കാണുക. ബാക്കി വിശേഷങ്ങളൊക്കെ പടം പവി ഒരു ആവറേജ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കോമഡി അത്ര വർക്കായില്ലെന്ന് ഞാൻ പറയും. എനിക്ക് ഒരു ചെറിയ ലാഗ് പോലെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു. കാരണം പുള്ളിയുടെ പെർഫോമൻസ് നല്ല കിടിലം തന്നെ. ഇത്ര നാളത്തെ ഗ്യാപ്പ് ഇട്ടിട്ടും പുള്ളിയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച എന്നുള്ള. അതായത് പണ്ടത്തെക്കാലം ഒന്നും കൂടി അപ്ഡേറ്റ് ആയി. ഒരു സീരിയസ് ഇമോഷണൽ ടച്ചിലേക്ക് പുള്ളി മാറിയിട്ടുണ്ട്. പിന്നെ കഥയും ക്ലൈമാക്സ് എത്തുമ്പോൾ അങ്ങനെ രീതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫാമിലിക്കും യൂത്തിനും അങ്ങനെയുള്ളവർക്കാണ് ഈ പടം ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ ദിലീപിനെ പറഞ്ഞില്ല. അതേപോലെ തന്നെ ദിലീപിനെ പോലെ തന്നെ ജോണി ആൻ്റണി നല്ല രീതിയിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. ഇതുപോലൊരു ദിലീപേട്ടനെ കാണാനാണോ? അല്ല, നമുക്ക് പണ്ടത്തെ ആ ഒരു ഫുൾ ടൈം കോമഡി ചെയ്യണ ഒരു ദിലീപിന് അങ്ങനത്തെ ദിലീപ് പടങ്ങളോടാണ് എനിക്ക് താല്പര്യം. ഇനിയിപ്പോൾ അടുത്ത പടങ്ങൾ പുള്ളിയുടെ തേടി മൂസ 2 ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അതിനുള്ള കാത്തിരിപ്പാണ് ഇനി അടുത്തത്. എന്തായാലും അതിൽ പുള്ളി കോമഡി ശരിക്കും കാട്ടുമെന്ന് വിചാരിക്കും. നന്നായിട്ടുണ്ട് മൂവി. അടിപൊളിയാണ്. ദിലീപേട്ടൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കഥയാണെങ്കിലും അക്സെപ്റ്റ് ആവുന്ന ടൈപ്പ് കഥയാണ്. ഫാമിലിക്ക് വന്നിരുന്ന് കാണാൻ പറ്റും. യാതൊരു വിധത്തിലുള്ള ലാഗുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഡയറക്ടർ വിനീതേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ 5 നായികമാര് അല്ലേ? നായികമാരും എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചം. എല്ലാവരും സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് ഈ വെക്കേഷൻ പവി തൂക്കുവോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടറിയാം. അത്രയും പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇതുപോലൊരു ദിലീപേട്ടനെ കാണാനാണോ കാത്തിരുന്നത്? ദിലീപേട്ടൻ എനിക്ക് ഇതിൽ കൂടുതൽ ഇവിടെ പരമശിവൻ പോലത്തെ ഒരു ദിലീപേട്ടൻ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ദിലീപേട്ടൻ ഒരു എൻട്രി ആയിരിക്കും അതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാസം എൻട്രി വേണം ദിലീപേട്ടൻ. അതിനൊരു വെയിറ്റിങ്ങിലാണ്. സിനിമ കണ്ടപ്പോൾ പഴയ ഏതെങ്കിലും സിനിമകളൊക്കെ ഓർമ്മ വന്നു? പഴയ ദിലീപിന്റെ ഞാൻ അങ്ങനെ നോക്കാൻ പോയില്ല. കാരണം ഞാൻ ഇപ്പോൾ ഫ്രഷ് ദിലീപേട്ടനെയാണ് കണ്ടത്. ദിലീപേട്ടൻ പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരു പോലെ നന്നായി. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് എൻജോയ്